സ്തോത്രം. അനുഗ്രഹീതമായ ഒരു പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി തന്നതോർത്തും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാണ്, സ്തുതിക്കുകയാണ്. കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാരിലൂടെ അനുഗ്രഹീതമായ ദൈവിക ആലോചനകൾ കേൾക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. അതോർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ ദൈവികമായ ഒരു ദൂത് കേൾക്കുവാനായിട്ട് സമയം വർദ്ധിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവിക ദൂതാണ് നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്. ആ ദൈവിക ദൂത് ഇന്ന് കർത്താവ് നമ്മളോട് പറയാനുള്ള ചില കാര്യങ്ങൾ വ്യക്തമായി പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതൊരു പ്രവചന ദൂതായി ദൈവമക്കളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് ഒരു തിരുവചന ഭാഗം പഴയ നിയമത്തിൽ നിന്ന് വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഹോശേയ പ്രവചന പുസ്തകം 14-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ഹോശേയ പ്രവചന പുസ്തകം 14-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ഹോശേയ ചാപ്റ്റർ 14 വേഴ്സ് 7. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞിൻ്റെത് പോലെ ഇരിക്കും. ഒരു പ്രധാനപ്പെട്ട ദൂതാണെന്ന് പറയാനുള്ളത് ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള ഒരു ദൈവിക ദൂത് പറയാനാണ് താല്പര്യപ്പെടുന്നത്. അവന്റെ നിഴലിൽ പാർക്കുന്നവർ, നമുക്കുള്ള ഒരു പ്രത്യേകത, കർത്താവിന്റെ ഒരു നിഴലിൽ കീഴിലാണ് നമ്മൾ പാർക്കുന്നത് എങ്കിൽ, അങ്ങനെ പാർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ധാന്യം വിളയിക്കും. എന്ന് പറഞ്ഞാൽ വീണ്ടും ദൈവികമായ അനുഗ്രഹങ്ങൾ. ഒരു വിളവെന്ന് പറയുന്നത് അനുഗ്രഹം അല്ലെങ്കിൽ സമൃദ്ധിയെ കാണിക്കുന്നതാണ്. വലിയ സമൃദ്ധി ദൈവം നൽകാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വന്ന പരാജയമുണ്ടെങ്കിൽ, ഉണങ്ങിയ അവസ്ഥകൾ ഉണ്ടെങ്കിൽ, വരണ്ടുപോയ അവസ്ഥകൾ ഉണ്ടായെങ്കിൽ അതിനെല്ലാം മാറ്റി ഒരു വലിയ ജയം തരുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അത് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഒരു ദൂത് നമ്മളോട് പറയുന്നത് മറ്റൊന്നുമല്ല, അവന്റെ നിഴലിൽ പാർക്കണം. ആ നിഴലിൽ, ആ ഷെയ്ഡിലൊന്ന് പോയി പാർക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞാൽ ധാന്യം വിളയിക്കും, മുന്തിരിവള്ളി പോലെ തളിർക്കും, ഉണങ്ങിയ അവസ്ഥകളൊക്കെ മാറും. എവിടേക്കാണോ ഉണങ്ങിയിരിക്കുന്നത്? സാമ്പത്തികമായ അവസ്ഥയിലാണോ, ശാരീരികമായ ക്ലേശങ്ങളാണോ, ഏതെല്ലാം അവസ്ഥകളിലാണോ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്, അവിടെയെല്ലാം നമുക്ക് ഒരു തളിർക്കുകയും അതിന്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞിൻ്റെത് പോലെ ഇരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മെ പ്രശംസാ വിഷയമായി മാറും. ഇന്ന് പലരും നിന്ദിക്കുന്നുവെങ്കിൽ ആ അവസ്ഥക്കെല്ലാം പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ദൈവകൃപയിലേക്ക് നമുക്ക് മാറുവാനായിട്ട് കഴിയും. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവികമായ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കട്ടെ. ഇതിനൊരു അല്പം വിശകലനം ചെയ്ത് അല്പം ആഴങ്ങളിലേക്കൊന്ന് കയറി ഞാൻ ചില കാര്യങ്ങൾ കൂടെ പറയാം. ഒറ്റ വാക്കിൽ നമ്മൾ കേട്ടപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും, എന്താണ് അവന്റെ നിഴലിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? നിഴൽ ലഭിക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ ക്ലോസ് ആയിട്ട് എത്തുമ്പോഴാണ് നിഴലെ തട്ടുന്നത്. കുറെ ദൂരത്ത് പോയ നിഴലൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ നിഴലിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടടുത്ത് ജീവിക്കുക എന്നാണ് അർത്ഥം. ഒന്നും കൂടെ ഞാൻ വ്യക്തമാക്കി പറഞ്ഞാൽ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വീട് കർത്താവുമായി വളരെ അടുത്ത ബന്ധത്തിലായിരിക്കാൻ കഴിയുന്നു എങ്കിൽ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ദൂത്. ഇതാണ്, കർത്താവുമായിട്ട് അടുത്ത ബന്ധം വേണം. നമുക്ക് വന്ന പരാജയം ഇതാണ്. ഒരല്പം അകലം വന്നിട്ടുണ്ട്. എന്തോ കണ്ടപ്പോൾ, എന്തോ കേട്ടപ്പോൾ, അല്ല ചിലത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അകലം വിട്ട് അനുഗമിക്കാൻ തുടങ്ങി. യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി എന്ന് കണ്ടപ്പോൾ പത്രോസ് അകലം വിട്ട് അനുഗമിക്കാൻ തുടങ്ങി. അകലം വിട്ട് അവൻ പോകാൻ തുടങ്ങി. ആ പോക്ക് സംഭവിച്ചത് എന്താണ്? യേശുവിനെ തള്ളിപ്പറയുന്ന സിറ്റുവേഷനിലേക്ക് മാറി, ഓടിപ്പോകുന്ന സിറ്റുവേഷനിലേക്ക് മാറി. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന പരാജയം. ക്രിസ്തുവിനെ ചേർന്ന് അനുഗമിച്ചുവെങ്കിലും ജീവിതത്തിൽ കാണുന്ന ചില അനുഭവങ്ങൾ, ചില കഷ്ടതകൾ, ചില ക്ലേശങ്ങൾ, ചില അനുഭവങ്ങൾ നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിയിട്ടുണ്ടോ? എന്നാൽ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ എന്തിനെ കൊണ്ട് കഴിയും? കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ, ഇതൊന്നും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്ന ഒരു ആത്മബന്ധത്തിലേക്ക്, ഒരടുത്ത ബന്ധത്തിലേക്ക് പൗലോസിന് ജീവിക്കാൻ കഴിഞ്ഞു. എന്നാൽ പത്രോസിന് ചില സന്ദർഭങ്ങളിൽ അകലം വിട്ടുപോയ ഒരു അനുഭവം ഉണ്ടായി. ഇവിടെയാണ് ദൈവത്തിന്റെ ദൂത് പറയുന്നത്. ഈ ആണ്ടിൽ സംഭവിച്ച കാര്യം പറയുകയാണ്. ഈ 2025 സംഭവിച്ചത്, നമുക്ക് ചില അകൽച്ച വന്നിട്ടുണ്ട്. ദൈവമക്കളോട് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ദൂത് ഇതാണ്: അകലം വന്നിരിക്കുന്നു. നിങ്ങൾ ഒന്നും കൂടെ അടുത്ത് വരണം. എത്രത്തോളം അടുത്ത് വരണം? ഒരു നിഴൽ തട്ടുന്ന ദൂരത്തെങ്കിലും നിങ്ങൾ എത്തിയേ പറ്റുകയുള്ളൂ. അവന്റെ മാർഗോട് ചാരിയിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ നിഴലിന്റെ പരിസരത്തെങ്കിലും നിങ്ങൾ വന്നാൽ ജീവിതത്തിൽ മാറ്റം വരാൻ കഴിയും. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുവെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ അകന്നു മാറിപ്പോയി പാർത്തു. നമ്മുടെ ഭവനം ഒരല്പം അകലത്തിലായിപ്പോയി. നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബം, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ ആത്മീക ജീവിതം ഒരല്പം അകലം വന്നുപോയി.
ഇന്ന് നമുക്ക് ഏറ്റുപറയേണ്ട ദിവസമാണ്. ഈ ആണ്ടവസാനം വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ഏറ്റുപറയണം, കർത്താവേ, സമ്മതിക്കുന്നതാ എനിക്കൊരു അല്പം അകലം വന്നിട്ടുണ്ട്, എന്നാൽ വീണ്ടും ദൈവം അനുഗ്രഹിക്കാൻ തയ്യാറാ. അവന്റെ നിഴലിലേക്കൊന്ന് വന്നാൽ മതി. ആ നിഴലിലേക്ക് വന്നാൽ അവൻ നമ്മെ അനുഗ്രഹിക്കും. ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കർത്താവിനോട് അടുത്തു വരിക എന്നുള്ളതാണ്. പാട്ടുകാരൻ പാടുന്നുണ്ട്, ഐ വാണ്ട് ടു ഗെറ്റ് ക്ലോസ് ദ ലോർഡ്, ടു മച്ച് ക്ലോസ് ദ ലോർഡ്, ടു യു, ടു യു. ഐ വാണ്ട് ടു ഗെറ്റ് ക്ലോസ് ദ ലോർഡ്, ടു മച്ച് ക്ലോസ് ദ ലോർഡ്, ടു യു, ടു യു. ഭക്തന്മാരൊക്കെ ആഗ്രഹിച്ചത് എങ്ങനെയാണ്? ഒന്നും കൂടെ അടുത്ത്, ഒരല്പം കൂടെ അടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വലിയ വ്യത്യാസം വരും. കർത്താവ് നമ്മളോട് പറഞ്ഞ ദൂത് എന്താ? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് അറിയുന്ന വാക്യമാണ്. അവിടെ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവിന്റെ അടുക്കൽ വരുന്നവരെയാണ് അവൻ ആശ്വസിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കി, അവനോട് അടുത്ത് വന്നാൽ, അല്ല ആ നിഴലിൻ കീഴിലേക്ക് വന്നാൽ നമുക്ക് അനുഗ്രഹം വീണ്ടും ലഭിക്കും. നമ്മുടെ പ്രശംസയാക്കി വിഷയമാക്കി മാറ്റും. നമുക്ക് വീണ്ടും ഒരു തളർപ്പ് ലഭിക്കും, വീണ്ടും ഒരു തളർപ്പ് ലഭിക്കും. ഈ വിധത്തിൽ ദൈവം അനുഗ്രഹിക്കും. രണ്ടാമത് നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അവനോട് അടുത്ത് വന്നാൽ മാത്രമേ ആശ്വാസം ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ നാളുകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നു എങ്കിൽ അതിന് കാരണം കർത്താവുമായി അകലം വന്നത് കൊണ്ടാണ്. കർത്താവുമായി അടുത്തു വരുവാൻ കഴിഞ്ഞാൽ, അവന്റെ അടുക്കലേക്ക് വന്നാൽ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവന്റെ അടുത്ത് വന്നാൽ കിട്ടുന്ന ഒന്നാമത്തെ അനുഗ്രഹമാണ് ആശ്വാസം. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവേ, അങ്ങയുടെ അടുക്കൽ വന്നപ്പോഴല്ലാതെ എനിക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ടോ? ഒരു ആശ്വാസത്തിന് വേണ്ടി ഓടി നടന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ അടുത്ത് പോയി, ഇവരുടെ അടുത്ത് പോയി ആശ്വാസത്തിന് വേണ്ടി ഓടി നടന്നു. എന്നാൽ യേശുവിന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് ആശ്വാസം പ്രാപിക്കാനായിട്ട് അവന്റെ അടുക്കലേക്ക് വന്നാൽ സംശയിക്കേണ്ട, അടുത്തെത്തുമ്പോഴേ ആശ്വാസം ലഭിക്കും. ആശ്വാസം ലഭിക്കും. ഒരു സഹോദരി 12 സംവത്സരമായി ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 12 സംവത്സരമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലേശത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി അവൾ തീരുമാനിച്ചു, എനിക്കൊന്ന് അടുത്ത് ചെല്ലണമെന്ന്. എത്രത്തോളം അടുത്ത് ചെല്ലണം? ആ നിഴലിന്റെ അടുത്തേക്ക്. എങ്ങനെ? ഒരു ടച്ച് ചെയ്യാൻ പറ്റുന്ന ദൂരത്തിലേക്ക്, ഒന്ന് തൊടാൻ പറ്റുന്ന അകലത്തിലേക്ക് അവൾ ഓടിച്ചെന്ന് വസ്ത്രത്തിന് തൊങ്ങാലൊന്ന് തൊട്ടു. അപ്പോൾ തന്നെ അവർക്ക് ആശ്വാസം ലഭിച്ചു, സൗഖ്യം ലഭിച്ചു, വിടുതൽ ലഭിച്ചു, ജീവിതം മാറി മറിഞ്ഞു. ഇതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവന്റെ അടുക്കലേക്ക് ഒന്ന് ഓടിച്ചെന്നിട്ട്, ഓ ഹല്ലേലൂയ, ഒന്ന് അടുത്ത് ചെന്നാൽ ആ സമയം തന്നെ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നോ വായിക്കുന്നത്. ആ ടച്ച് എത്തുന്ന ദൂരം എത്തിക്കഴിഞ്ഞാൽ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അതേ ആശ്വാസം അവിടെ ലഭിക്കുകയാണ്. 12 വർഷമായിട്ടുണ്ടായിരുന്ന പ്രശ്നത്തിന് ആശ്വാസം ഉടനടി ലഭിച്ചു. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ അവന്റെ അടുക്കിലേക്ക് വരണം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ, ചില കാര്യങ്ങൾ കൂടെ ഓർമ്മപ്പെടുത്താനായിട്ട് നൽകപ്പെടുകയാണ്. സങ്കീർത്തന പുസ്തകം 17-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് 3-ാമത്തെ കാര്യം കാണാൻ കഴിയും. സങ്കീർത്തനം 17:9 17:9. എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. അപ്പൊ നമ്മെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളുണ്ട്. എന്താ കഴിഞ്ഞ നാളിലുള്ള പ്രശ്നത്തിന് കാരണം? നമ്മുടെ പ്രാണൻ എടുക്കുവാൻ, നമ്മുടെ കുടുംബത്തിലെ ചിലരുടെ പ്രാണൻ എടുക്കുവാൻ, തലമുറകളുടെ പ്രാണൻ എടുക്കുവാൻ വേണ്ടി ചുറ്റി വളയുന്ന ശത്രു, ചുറ്റി വളയുന്ന പ്രാണശത്രു, പ്രാണൻ എടുക്കാൻ ശ്രമിക്കുന്ന ശത്രു ചുറ്റി വളയാൻ നിൽക്കുമ്പോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? അത് പിടിക്കാതെ വേണം. ആ പ്രാണൻ എടുക്കാൻ വരുന്ന ശത്രുവിന്റെ കയ്യിൽ പെട്ടുപോകാതെ നിനക്കൊരു മറവിടം വേണമോ, അല്ലെങ്കിൽ ഒരു ജയം വേണമോ, ഒരു വിടുതൽ വേണമോ? ഒരു വഴിയേ ഉള്ളൂ, നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. സംഗീതക്കാരൻ പറയാ, വേറെ മാർഗമൊന്നുമില്ല. ആ ചിറകിന്റെ നിഴലിലേക്ക് എത്തിയാൽ മതി, ആ നിഴലൊന്ന് തട്ടിയാൽ മതി, ചിറകിന്റെ നിഴലിന്റെ അടുത്തെത്തിയാൽ മതി. അത്ര എത്തിക്കഴിഞ്ഞാൽ പോലും ശത്രുവിനെ ആ വഴിക്ക് വരില്ല. പ്രാണശത്രു ആ വഴിക്ക് വരാതെ തിരിച്ചു പോകും. ഒരു ജയം കൽപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ ഏറ്റെടുക്കുവാൻ ഒരു തീരുമാനം എടുത്താൽ മതി. അടുത്ത വർഷത്തിൽ ഞാൻ കിടക്കുന്നതിന് മുമ്പ്, കർത്താവ്, കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരു പടിയും കൂടെ അടുത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ആത്മീകമായി ഞാൻ പിന്നോട്ട് പോയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ കുറവ് വന്നു, വചനധ്യാനത്തിൽ കുറവ് വന്നു. അതൊക്കെ പോട്ടെ, ദൈവവുമായിട്ട് സംസാരിക്കാറില്ല. ദൈവത്തെ കുറിച്ചുള്ള ചിന്ത പോലും മനസ്സിൽ കയറാതെ ലോകപരമായ പല ചിന്തകളിലും മുഴുകിയിട്ട് നാം അകന്ന് പോയിട്ടുണ്ട്. അവിടെ നമ്മൾ അകലും തോറും പ്രാണശത്രു ചുറ്റി വളഞ്ഞുകൊണ്ടിരിക്കുക.
കുടുംബത്തെ ചുറ്റി വളഞ്ഞുകൊണ്ട്, വ്യക്തിജീവിതങ്ങളെ ചുറ്റി വളഞ്ഞുകൊണ്ട്, തലമുറകളെ ചുറ്റി വളഞ്ഞു നിൽക്കുന്ന പ്രാണശത്രുക്കളിൽ നിന്ന് ഒരു ജയം നേടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കം ക്ലോസ് ടു ദ ലോർഡ്. ദൈവത്തിന്റെ അടുത്തേക്കൊന്ന് വരിക, ദൈവത്തിന്റെ അടുത്തേക്ക് വരിക, ആ ഷാഡോയിലേക്കൊന്ന് വരിക, ആ ദൈവത്തിന്റെ നിഴലിലേക്കൊന്ന് വരിക. അവിടെയാണ് വിജയം ലഭിക്കുന്നത്. സങ്കീർത്തനം 36 7 വാക്യം വായിക്കുന്നു. Psalms chapter 36:7. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൽ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൽ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ശരണം പ്രാപിക്കുന്നു എന്ന വാക്കിൽ നിന്ന് 3 പദങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്ന്, ഷെൽട്ടറാണ്, ഒരു അഭയം കിട്ടുന്ന സ്ഥലമാണ് ഷെൽട്ടർ. രണ്ടാമത് പറയുകയാണെങ്കിൽ സേഫ്റ്റിയാണ്, അവിടെ നമുക്ക് സുരക്ഷിതത്വമുണ്ട്. മൂന്നാമത് പറയുന്നത് സപ്പോർട്ടാണ്. നമുക്ക് ആ ശരണം കിട്ടിയാൽ അവിടെ നമുക്ക് എന്തൊക്കെ ലഭിക്കും? ഷെൽട്ടർ കിട്ടും, സേഫ്റ്റി കിട്ടും, സപ്പോർട്ട് കിട്ടും. ആരും നമ്മെ സപ്പോർട്ട് ചെയ്യാനില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ പറയുകയാണ്, നമ്മൾ ആ നിഴലിലേക്കൊന്ന് വന്നാൽ മതി, നമുക്ക് സപ്പോർട്ട് പിന്നെ വേറെ ആരുടെയും വേണ്ട. നമുക്ക് സപ്പോർട്ട്, ആ സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയാണ്. ആ സപ്പോർട്ടിനകത്ത് എല്ലാം ഉണ്ട്, ഷെൽട്ടർ ഉണ്ട്, സേഫ്റ്റി ഉണ്ട്. ആ ചിറകിന്റെ നിഴലിലേക്ക് എത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആഗ്രഹിക്കുന്ന കർത്താവേ, എനിക്ക് ഒന്നും കൂടെ അടുത്ത് വരണം. എത്രത്തോളം അടുത്ത് വരണം? ആ ചിറകിന്റെ നിഴലിലേക്ക് ഒന്ന് എത്തണം. ആ ഭാർവോട് ചാരുന്ന അടുപ്പത്തിലേക്കാണ് എത്തേണ്ടത്. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങണമെങ്കിൽ നാം ഇപ്പോഴെങ്കിലും എത്തണം. ആ നിഴലിലേക്ക് നമ്മൾ എത്തിയാലേ കഴിയുള്ളൂ. ഞാനൊരു ഭാഗം കൂടെ വായിച്ച് പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഉത്തമഗീതം 2 വാക്യം. സോങ് ഓഫ് സോങ്സ് chapter 2 verse 3. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു. അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. അതിൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. ഹല്ലേലൂയ. വളരെ മനോഹരമായ ഒരു ഭാഗമാണ്. എന്താണ് പറയാനുള്ളത്? പ്രിയയ്ക്ക് പറയാനുള്ള ഒരു കാര്യം പറയാനുണ്ട്. അവൾ നോക്കിയപ്പോൾ കാട്ടുമരങ്ങൾ ധാരാളം നിൽക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മരം കണ്ടു. ആ മരം മറ്റൊന്നുമല്ല, ഒരു നാരകം. എന്തിനാണ് കർത്താവിന് നാരകത്തോട് ഉപമിച്ചിരിക്കുന്നതെന്ന് പല ചിന്തകന്മാരും പറഞ്ഞിരിക്കുന്നത്, കാട്ടുമരങ്ങളൊക്കെ സീസൺ അനുസരിച്ച് ഇല പൊഴിക്കും. ചിലപ്പോൾ തളുത്ത് നിൽക്കും, ചിലപ്പോൾ ഇല പൊഴിക്കും, ചിലപ്പോൾ കളർ മാറിപ്പോകും. എന്നാൽ കളർ മാറാതെ അല്ലെങ്കിൽ ഇല പൊഴിക്കാതിരിക്കുന്ന ഒരു വൃക്ഷമാണത്രേ മാതള നാരകം എന്നാണ് പറയുന്നത്. ആ നാരകത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഒരു പ്രത്യേകത പറയുക, ഞാൻ ആരിലുമല്ല ആശ്രയിക്കുന്നത്. നാം ഈ നിഴലിൽ വന്നാൽ ഈ നിഴൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ലെന്നതിന്റെ അർത്ഥം. സീസൺ അനുസരിച്ച് മാറുന്ന നിഴലല്ല. ഇല കൊഴിഞ്ഞു പോയി, ഇപ്പൊ ഷെയ്ഡില്ലെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. ആ സിറ്റുവേഷൻ മാറി എന്നും ഒരേ സിറ്റുവേഷനിലേക്ക് എത്തുകയാണ്. അവിടെ ആ നാരകത്തിന്റെ കീഴിലിരിക്കുകയാണെങ്കിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വെയിലടിക്കില്ല, ഉഷ്ണമേൽക്കുകയില്ല, കഠിനമായ യാതൊന്നും ഏൽക്കുകയില്ല. ആ ശീതളമായ കാറ്റ് ലഭിച്ച് ഹല്ലേലൂയ സുഷുപ്തയിൽ ഇരിക്കാനായിട്ട് നിനക്ക് കഴിയും. അവിടെ പറയാണ് അതിമോദത്തോടെ ഇരുന്നെന്ന്. സാധാരണ അനുഭവിക്കുന്ന സന്തോഷമല്ല, അതിനപ്പുറത്തെ ഒരു സന്തോഷം ലഭിക്കാനായിട്ട് ഈ നാരകത്തിന്റെ ചുവട്ടിലൊന്നിരിക്കണം. നാരകത്തിനെ ഉപമിച്ചിരിക്കുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന്, ആ ഷെയ്ഡിലേക്കൊന്ന് വന്ന്, ആ നിഴലിലേക്കൊന്ന് വന്ന്, ആ നിഴലിലൊന്നിരിക്കണം. അതിന്റെ പ്രത്യേകത പറയാണ്, അവിടെ വന്നിരിക്കുമ്പോൾ നിഴല് മാത്രമല്ല, സന്തോഷം മാത്രമല്ല ലഭിക്കുന്നത്, മധുരം ലഭിക്കും. നിന്റെ കയ്പുകളെല്ലാം മാറുന്ന മധുരം ലഭിക്കുന്ന നാരങ്ങ അവിടെ ലഭിക്കുകയാണ്, മാതള നാരങ്ങ. ആ നാരകത്തിൽ നിന്നുള്ള മധുരം നിനക്ക് ലഭിക്കാമാണ്. മധുരമുള്ള ആ നാരങ്ങ നിനക്ക് ലഭിക്കുകയാണ്. അതാണ് അവിടെ പറയുന്നത്. ആ മാധുര്യം അനുഭവിച്ച് നിനക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയും. എന്നാൽ നമുക്കിത് സാധിച്ചില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ പറയുന്നത്, എനിക്ക് അതിമോദം പോയിട്ട് ഒരല്പം മോദം പോലും ഞാൻ അനുഭവിച്ചില്ല, ഒരല്പം സന്തോഷം പോലും ഞാൻ അനുഭവിച്ചില്ല. പലപ്പോഴും ദുഃഖിച്ചിരുന്നു, പലപ്പോഴും വിഷാദിച്ചിരുന്നു, പലപ്പോഴും നിരാശയോടെ ഇരുന്നു. കാരണം എന്താ? ചെന്നിരുന്നത് പലതും കാട്ടുമരങ്ങളുടെ ചുവട്ടിലാണ്. കാട്ടുമരങ്ങൾ ചില നേരത്ത് കാറ്റൊക്കെ തന്നു, എന്നാൽ സീസൺ മാറിയപ്പോൾ അത് ഇലപൊഴിച്ചു, സന്തോഷം പോയി, സങ്കടമായി, ആ പ്രതിസന്ധിയിലേക്ക് മാറേണ്ടി വന്നു. അവിടെ നിന്നൊരു ജയം ലഭിക്കാനായിട്ട് നീ വരേണ്ടത് ആ നല്ല നാരകത്തിന്റെ ചുവട്ടിലേക്കൊന്ന് വന്നാൽ, ആ ഷെയ്ഡിലേക്കൊന്ന് വന്നാൽ അതിമോദം ലഭിക്കും, സന്തോഷം ലഭിക്കുകയും ചെയ്യും. ഞാൻ മുന്നോട്ട് വീണ്ടും പോകാം. ആറാമത്തെ കാര്യം പറയാം. യെശയ്യാ പ്രവചനം 49 വാക്യം. ഐസയ്യാ chapter 49 verse 2. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു. പലതരം ഷെയ്ഡിനെ കുറിച്ചാണ് പറഞ്ഞത്.
ഒരു മരത്തിന്റെ ഷെയ്ഡ്, ചിറകിന്റെ മറവ്, ഒരു പക്ഷിയുടെ ഷെയ്ഡ്, ആ ചിറകിന്റെ ഷെയ്ഡ്. ഇവിടെ വീണ്ടും പറയാണ് കൈയുടെ നിഴല്. അപ്പൊ കർത്താവിന്റെ കൈയുടെ നിഴല്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ നിഴലിന്റെ കീഴിലേക്കൊന്ന് വന്നാൽ അവിടെ നിന്നെ ഒളിപ്പിച്ചു വെക്കും. എന്താ ഒളിപ്പിച്ചു വെക്കാൻ കാരണം എന്നറിയാമോ? നിന്നെ ഒരു യോദ്ധാവാക്കുവാൻ, സ്വർഗീയ സൈന്യത്തിന്റെ ഒരു യോദ്ധാവാക്കി മാറ്റുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അതിന് ആ ഷെയ്ഡിലേക്ക് വന്നാൽ നിന്നെ അവൻ ഒളിപ്പിച്ചു വെക്കും. ശത്രുവിന്റെ ഓരോ അമ്പും ഒരു അഗ്നിയസ്ത്രവും നിന്റെ മേൽ പിന്നെ പതിക്കില്ല. നിരാശയുടെയോ ദുഃഖത്തിന്റെയോ ക്ലേശത്തിന്റെയോ ഭാരത്തിന്റെയോ നിന്ദയുടെയോ അപമാനത്തിന്റെയോ ഒരു ഒളിയമ്പും ഒരു തീയമ്പും നിന്റെ മേൽ പതിക്കാതെ വണ്ണം സൂക്ഷിക്കുവാൻ ഈ കൈയുടെ ഷെയ്ഡിലേക്ക് ഒന്ന് വന്നാൽ മതി. എന്നിട്ട് കർത്താവ് ആ ഷെയ്ഡിന്റെ അടുത്ത് വന്ന കൈയുടെ ഷെയ്ഡിന്റെ അടുത്ത് വന്നാൽ ചെയ്യുന്ന കാര്യം, നിന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെക്കും. നമ്മെ അപ്പൊ തന്നെ എടുത്ത് തന്റെ പൂണിയിലേക്ക് സൂക്ഷിച്ചു വെക്കാൻ പോവുക. മിനുക്കി അമ്പാക്കി അവന് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ അവൻ നമ്മെ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. എനിക്ക് ആ ഭാഗങ്ങളിലൊക്കെ നിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. കാരണം ഈ നിഴലിന്റെ ശക്തി അത്ര വലുതാണ്. നമുക്ക് പരിചിതമായ മറ്റൊരു വാക്യം കൂടെ വായിക്കാം. 7-ാമത്തെ കാര്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1:35 വാക്യം. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ നിഴലിലേക്ക് വന്നാൽ 7-ാമത് സംഭവിക്കുന്ന കാര്യം, ഒരു ശക്തി ലഭിക്കും. അത് ദിവ്യശക്തിയാണ്. അതിനിട്ടിരിക്കുന്ന പേര് അത്യുന്നതന്റെ ശക്തി. നാം ഏത് നിഴലിലേക്കാണോ വരുന്നത്, ആ നിഴലിനൊരു പ്രത്യേകത. സാധാരണ നിഴലിന് ഒരു ശക്തിയുമില്ല. അത് വെറും ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു റിപ്ലൈക്ക് മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അത്യുന്നതന്റെ നിഴലിന്റെ കീഴിലേക്ക് വന്നാൽ, സർവശക്തന്റെ നിഴലിന്റെ കീഴിലേക്ക് വന്നാൽ, അവന്റെ അവയവമായി വന്നാൽ അവിടെ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഈ നിഴലിൽ നിന്ന് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. എന്നിട്ട് പറയുക, ആ ശക്തി എന്ന നമ്മിൽ വന്നു നിറഞ്ഞാൽ എന്താ ലക്ഷ്യം എന്നറിയാമോ? ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കും. ഈ ശക്തിയുടെ ലക്ഷ്യം നിന്നെ ഇട്ട് തുള്ളിക്കാനൊന്നുമല്ല, നിന്നെ കൊണ്ട് 2 അന്യഭാഷ പറയിക്കാനൊന്നുമല്ല. അതിനേക്കാൾ ഉപരിയായി അടുത്തു വരുമ്പോ ഒരു ശക്തി ലഭിക്കും. ആ ശക്തി നിന്നെ വിശുദ്ധനാക്കി മാറ്റും. കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നതിന്റെ ഒരു പ്രത്യേകത, നിന്നെ കൂടുതൽ വിശുദ്ധനാക്കി മാറ്റും. ആരടുത്ത് ചെന്നാലും അവനെ വിശുദ്ധനാക്കി മാറ്റും. കാരണം വിശുദ്ധനായ ദൈവത്തിന്റെ അടുത്തേക്ക് അശുദ്ധിയോടെ ചെല്ലാൻ കഴിയില്ല. അവനെ ശുദ്ധീകരിച്ച് അവനെ വിശുദ്ധനാക്കി, ഒരു വിശുദ്ധ പ്രതിയാക്കി, ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവപുത്രനാക്കി. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, പുത്രത്തിന്റെ ആത്മാവിനെ നിന്നിലേക്ക് പകർന്ന് ദൈവമകനാക്കി, യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് ദൈവ രാജ്യത്തിൽ കൊള്ളാകുന്നവനാക്കി മാറ്റുവാൻ കഴിയുന്നത് ഈ ശക്തിയുടെ നിഴലിലേക്ക് വരുമ്പോഴാണ്. അതിനുവേണ്ടി ഒന്ന് കാത്തിരിക്കാമോ? ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. ഈ ദൂതിലൂടെ വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഈ ദൂതിലൂടെ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി, ഈ ദൂതിലൂടെ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി ഒന്ന് ഏറ്റെടുക്കാമോ? കർത്താവേ, എന്നോടുള്ള ദൂത, ഞാൻ തീരുമാനിക്കുന്നു, എനിക്ക് ദൈവത്തോട് അടുത്ത് വന്നേ പറ്റൂ, എനിക്ക് ദൈവത്തോട് അടുത്ത് വന്നേ പറ്റൂ, എനിക്ക് ദൈവത്തോട് അടുത്ത് വന്നേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് വിജയിക്കാനായിട്ട് കഴിയുള്ളൂ. 2-3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്താനായിട്ട് ശ്രമിക്കാം. ഇനിയുള്ള ഭാഗങ്ങൾ പിന്നീട് അവസരം ലഭിക്കുമ്പോൾ സംസാരിക്കാനായിട്ട് കഴിയും. കർത്താവിനോടൊന്ന് അടുത്ത് വരാൻ വേണ്ടി ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എങ്ങനെ കർത്താവിനോട് അടുത്ത് വരാൻ കഴിയും? ഒരു വാക്യം ഞാൻ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 7:7, ലൂക്ക് ചാപ്റ്റർ 7:7. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ശതാധിപൻ എന്ന് പറഞ്ഞ കാര്യമാണ്. നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു സത്യമാണ്. നമുക്ക് ഒരു യോഗ്യതയില്ല അവൻ്റെ അടുത്ത് ചെല്ലാൻ. വിശുദ്ധനായ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ നമുക്ക് എന്ത് യോഗ്യത? നമ്മൾ വിറച്ചിട്ട് പറയും, ഞാൻ അശുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞതുപോലെ നമ്മൾ വിറച്ചു പറയും. എന്നാൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാൻ യോഗ്യത ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് എബ്രായ ലേഖനം 11:6 പറയുന്നുണ്ട്. എബ്രായ ലേഖനം ഹിബ്രു ചാപ്റ്റർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ അവൻ യോഗ്യനായി മാറണമെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസം കൂടാതെ പറ്റില്ല. വിശ്വസിക്കണം. എന്റെ കർത്താവ് എന്നെ തള്ളിക്കളയില്ല,
എന്നെ ഉപേക്ഷിക്കില്ല. അവന്റെ അടുക്കൽ വന്നാൽ, ആ നിഴലിലേക്ക് വന്നാൽ ഈ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ, ഇന്ന് വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം കിട്ടും. ഇനി എന്താണ് ചെയ്യേണ്ടത്? സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങിയാൽ മതി. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ സ്തുതിച്ചതിനേക്കാൾ ഉപരിയായി എനിക്ക് ലഭിച്ച സഭായോഗത്തിന് വന്നാൽ ഞാൻ മൗനമായിരിക്കില്ല. ദൈവത്തിന് സ്തുതി പാടാൻ വേണ്ടി ഞാൻ ഈ സഭായോഗങ്ങളിൽ പങ്കെടുക്കും. ദൈവത്തിന് സ്തുതി പാടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. എനിക്ക് ഒറ്റയ്ക്ക് ലഭിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ നിഴലിൽ മേൽ വസിക്കണമെങ്കിൽ ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇടവിടാതെ സ്തോത്രം ചെയ്യുന്നു, ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ നിഴലിൽ നിന്ന് നിനക്ക് മാറാതിരിക്കാൻ കഴിയും. ആ നിഴലിൽ പാർക്കുന്നവർക്ക് ലഭിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഹോശേയ 14:7. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞതുപോലെ ഇരിക്കും. വീണ്ടും വിളയിക്കും, തളിർക്കും, കീർത്തി യാക്കി നിന്നെ മാറ്റും. ആ ദൈവിക അനുഗ്രഹങ്ങളെല്ലാം നമ്മിൽ നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ തീർക്കുന്നു. ദൈവം നമ്മെ അതിലേക്ക് മാറാകട്ടെ. ആമേൻ.